മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. കഞ്ചാവുമായി കാരിയർമാരായ 2 യുവാക്കൾ എക്സൈസിന്റെ പിടിയിൽ. 4.145 കിലോഗ്രാമുമായി വെസ്റ്റ് ബംഗാൾ കുച്ച്ബിഹാർ ജില്ലയിലെ മാതാബംഗ പനിഗ്രാമിലെ 34 വയസ്സുകാരൻ ഉജ്ജപരായി, 24 വയസ്സുകാരൻ നിൽമാദ് ബിസ്വാസ് എന്നിവരാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഇവർ ബാഗുകളിലായാണ് കഞ്ചാവ് എത്തിച്ചത്. ആസാം, വെസ്റ്റ് ബംഗാൾ തുടങ്ങി ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കോഴിഫാം പോലുള്ള തോട്ടം മേഖലകളിലേക്ക് വിതരണം ചെയ്യാനാണ് ഇവർ കഞ്ചാവ് എത്തിക്കുന്നത്. ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിക്കുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചു വരുന്നത്. ഒരു ദിവസത്തേക്കായിട്ട് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും മയക്കുമരുന്ന് എത്തിച്ച് അന്നു തന്നെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസവും മടങ്ങുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചു വരുന്നതെന്ന് കാളികാവ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ TC അനീഷ് പറഞ്ഞു. രാവിലെ പുലർച്ചെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന് പുറകുവശത്തുനിന്നായിട്ട് ഹൈസ്കൂൾ റോഡിൽ നിന്നും 2 അന്യസംസ്ഥാന തൊഴിലാളികൾപ്പെട്ട 2 പേരിൽ നിന്നും 4.145 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുക്കുകയുണ്ടായി. കുറച്ച് നാളായിട്ട് കേരളത്തിലെ കൂടുതലായിട്ടും കഞ്ചാവ്, ഹെറോയിൻ പോലെയുള്ള മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ, ആസാം തുടങ്ങിയ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നവരാണ്. ഇന്ന് കുറച്ച് കാലങ്ങളായിട്ട് ഈ കേസിൽ ഉൾപ്പെട്ട് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയിട്ട് ജാമ്യമൊക്കെ എടുത്ത് കേരളത്തിൽ നിന്ന് അവരെ നാട്ടിൽ പോയിട്ട് തിരിച്ചിവിടെ വരാതെ അവിടെ ഇരുന്നുകൊണ്ട് കാരിയർമാർ മുഖേന കേരളത്തിലേക്ക് ഈ കഞ്ചാവും ഹെറോയിനും എത്തിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്ന ഒരു രീതിയാണ് കുറച്ച് നാളുകളായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കുറച്ച് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ റേഞ്ച് പരിധിയിലുള്ള വാണിയമ്പലം, കരുവാരക്കുണ്ട്, കാളിക്കാവ്, കല്ലാമൂല, ചോക്കാട് എന്നീ സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ദിവസത്തേക്കായിട്ട് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും മയക്കുമരുന്ന് എത്തിക്കുക. അതൊന്നെങ്കിൽ അന്ന് തന്നെ അല്ലെങ്കിൽ തിരിച്ച് അടുത്ത ദിവസത്തെ ട്രെയിനിൽ പോയിക്കൊണ്ട് ഒറ്റ ദിവസത്തെ ഓപ്പറേഷൻ. നമുക്ക് അവർ വരുന്നതോ പോണതിനെ കുറിച്ച് ഒരു സൂചനയൊന്നും കിട്ടാത്തൊരു ഓപ്പറേഷനാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് അറിഞ്ഞിരുന്നത്. ഇങ്ങനെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1-2 മാസമായിട്ട് നമ്മൾ റേഞ്ച് പാർട്ടി നിരന്തരം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇതുപോലെ ബംഗാളിൽ നിന്ന് വന്ന 2 പേരാണ് ഉജ്ജയ്, നിൽമാബാദ് ബിശ്വാസ് എന്ന് പറഞ്ഞ 2 പേര്. ഇവരിന്നലെ ട്രെയിനിൽ ഇറങ്ങിയതാണ്. അതിനുശേഷം നാളെ രാവിലെ സപ്ലൈ ചെയ്ത് പോകാനുള്ള പരിപാടിയായിരുന്നു. അതിനിടയിലാണ് നമുക്കവരെ പിടികൂടാൻ സാധിച്ചത്. കാളികാവ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ TC അനീഷ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PK പ്രശാന്ത്, പ്രിവന്റീവ് ഓഫീസർ KS അരുൺകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KV വിപിൻ, N മുഹമ്മദ് ഷെരീഫ്, M സുനിൽകുമാർ, ഡ്രൈവർ സവാദ് നാലകത്തെ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ. വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.